ക്രിസ്തുമതത്തിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു ചർച്ചാ വിഷയമാണ് വിഗ്രഹങ്ങളെ വണങ്ങുന്നത് ശരിയോ തെറ്റോ എന്നത്. ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ലഭിക്കാൻ ബൈബിളിലെ കൽപ്പനകളും സഭകൾ നൽകുന്ന വിശദീകരണവും നോക്കാം. ബൈബിളിലെ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്താണ് സീനായ് പർവ്വതത്തിൽ വെച്ച് ദൈവം മോശയ്ക്ക് 10 കൽപ്പനകൾ നൽകുന്നത്. അക്കാലത്ത് ഈജിപ്ത് ഉൾപ്പെടെ ചുറ്റുമുള്ള രാജ്യങ്ങളിലെല്ലാം മൃഗങ്ങളുടെയും പക്ഷികളുടെയുമെല്ലാം രൂപങ്ങളുണ്ടാക്കി അതിനെ ദൈവമായി കണ്ടാണ് ആരാധിച്ചിരുന്നത്. ഈ ശീലം ഇസ്രായേൽ ജനതയിലേക്ക് വരാതിരിക്കാനാണ് ആകാശത്തോ ഭൂമിയിലോ വെള്ളത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമയോ രൂപമോ ഉണ്ടാക്കരുത് എന്ന് ദൈവം കർശനമായി പറഞ്ഞത്. പ്രധാനമായും പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളാണ് വിഗ്രഹങ്ങളെയും പ്രതിമകളെയും വണങ്ങുന്നതിനെ ശക്തമായി എതിർക്കുന്നത്. എന്നാൽ കത്തോലിക്ക, ഓർത്തഡോക്സ് സഭകൾ വിഗ്രഹങ്ങളെയല്ല, മറിച്ച് അവ പ്രതിനിധാനം ചെയ്യുന്ന യേശു, മറിയം, വിശുദ്ധർ എന്നിവരെ ആദരിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു. വിഗ്രഹങ്ങളെ എതിർക്കുന്നവർ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന വിഗ്രഹങ്ങളെ നിർമ്മിക്കുന്നതിനും വണങ്ങുന്നതിനും എതിരാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. പള്ളിയിലായാലും വീട്ടിലായാലും യേശുവിൻ്റെയോ മറിയത്തിൻ്റെയോ ആകട്ടെ ഒരു രൂപവും വെക്കാൻ പാടില്ല, അത് വിഗ്രഹാരാധനയാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. ദൈവം ആത്മാവ് ആയതുകൊണ്ട് ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടതെന്നാണ് ഇവരുടെ നിലപാട്. മുകളിലുള്ള ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലാശയത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമയോ രൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുൻപിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. പുറപ്പാട് 20 അധ്യായം 4 മുതൽ 5 വരെയുള്ള തിരുവാക്യം. ദൈവം ആത്മാവാകുന്നു. ദൈവം ഒരു ഭൗതിക രൂപത്തിലല്ല, മറിച്ച് ആത്മാവാണെന്നും അതിനാൽ ദൈവത്തെ ആത്മീയമായി മാത്രമേ ആരാധിക്കാവൂ എന്നും ബൈബിൾ പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായം 24 തിരുവാക്യം. ദൈവം ആത്മാവാണ്, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് എന്ന വചനമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വത്തെ മർത്യനായ മനുഷ്യന്റെയോ മൃഗങ്ങളുടെയോ രൂപത്തിലേക്ക് മാറ്റുന്നത് പാപമാണെന്ന് പൗലോസ് അപ്പസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1 അധ്യായം 23 തിരുവാക്യം പറയുന്നു. കൈകൊണ്ട് നിർമ്മിച്ച പ്രതിമകൾക്ക് ജീവനില്ലെന്നും അവയ്ക്ക് മനുഷ്യരെ സഹായിക്കാൻ കഴിയില്ലെന്നും ഇവർ വാദിക്കുന്നു. സങ്കീർത്തനങ്ങൾ 15 ഇതിനൊരു പ്രധാന തെളിവായി ഇവർ ഉയർത്തിക്കാട്ടുന്നു. അവയുടെ വായുകൾ സംസാരിക്കുന്നില്ല, കണ്ണുകൾ കാണുന്നില്ല, അവയെ നിർമ്മിക്കുന്നവരും അവയിൽ ആശ്രയിക്കുന്നവരും അവയെപ്പോലെയാകുന്നു. സങ്കീർത്തനങ്ങൾ 115 അധ്യായം 4 മുതൽ 8 വരെയുള്ള തിരുവാക്യം. ദൈവത്തിന്റെ മഹത്വം പങ്കുവെക്കപ്പെടരുത്. ആരാധനയും വണക്കവും ദൈവത്തിന് മാത്രം ഉള്ളതാണെന്നും അതൊരു വിഗ്രഹത്തിനോ രൂപത്തിനോ നൽകുന്നത് ദൈവമഹത്വത്തെ കുറയ്ക്കുന്നതിന് തുല്യമാണെന്നുമാണ് ഇവരുടെ കാഴ്ചപ്പാട്. ഞാൻ കർത്താവാണ്, ഇതാണ് എൻ്റെ നാമം, എൻ്റെ മഹത്വം ഞാൻ മറ്റൊരുവനും വിട്ടുകൊടുക്കുകയില്ല, എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. ഏശയ്യ 42 അധ്യായം 8 തിരുവാക്യം. ചുരുക്കത്തിൽ ബൈബിളിലെ പഴയ നിയമ കൽപ്പനകളും ദൈവത്തിന്റെ അരൂപിയായ സ്വഭാവവുമാണ് വിഗ്രഹവണക്കത്തെ എതിർക്കുന്നവർ തങ്ങളുടെ വാദങ്ങൾക്ക് പ്രധാന ആയുധമാക്കുന്നത്. രൂപങ്ങളെ അനുകൂലിക്കുന്നവർ പറയുന്നത് വിഗ്രഹം എന്നും രൂപം എന്നും പറയുന്നത് രണ്ടും രണ്ടാണ് എന്നതാണ്. വിഗ്രഹം എന്നാൽ കേവലം ഒരു പ്രതിമയല്ല, ദൈവത്തിന് പകരമായി മനുഷ്യൻ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒന്നിനെയാണ് വിഗ്രഹം എന്ന് വിളിക്കുന്നത്. അദൃശ്യനായ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം മനുഷ്യനുണ്ടാക്കിയ ഒരു വസ്തുവിൽ ദൈവിക ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് വിഗ്രഹാരാധന. ഇത്തരം രൂപങ്ങളെ ആരാധിക്കുന്നത് മനുഷ്യനെ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുമെന്നും ദൈവവുമായുള്ള നേരിട്ടുള്ള ബന്ധം ഇല്ലാതാക്കുമെന്നും ബൈബിൾ ഓർമ്മിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ ഉടമ്പടി പെട്ടകത്തിന് മുകളിൽ സ്വർണം കൊണ്ട് മാലാഖമാരുടെ രൂപമുണ്ടാക്കാൻ, അതായത് കെരൂബുകൾ ഉണ്ടാക്കാൻ ദൈവം തന്നെ മോശയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് പകരമായി കാണുന്നതിനെയാണ് വിഗ്രഹം എന്ന് വിളിക്കുന്നത്. എന്നാൽ ദൈവത്തെയോ വിശുദ്ധരെയോ ഓർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രൂപങ്ങൾ വിഗ്രഹങ്ങളല്ല, മറിച്ച് ചിഹ്നങ്ങൾ മാത്രമാണ് എന്നാണ് ഇവരുടെ മറുവാദം. വിഗ്രഹവണക്കത്തെക്കുറിച്ചുള്ള തർക്കം പലപ്പോഴും വിശുദ്ധരോടുള്ള പ്രാർത്ഥനയിലേക്കും നീളാറുണ്ട്. കത്തോലിക്ക, ഓർത്തഡോക്സ് നിലപാടനുസരിച്ച്
ഒരു സുഹൃത്തിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നത് പോലെയാണ് വിശുദ്ധരുടെ രൂപങ്ങൾക്ക് മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. രൂപങ്ങൾ വെറുമൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. എന്നാൽ പ്രൊട്ടസ്റ്റന്റ് നിലപാടനുസരിച്ച് ദൈവത്തിനും മനുഷ്യനുമിടയിൽ യേശുക്രിസ്തു എന്ന ഒരേയൊരു മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ എന്ന ബൈബിൾ വാക്യമായ 1 തിമോഥെയോസ് 2 അധ്യായം 5 തിരുവാക്യം ഇവർ ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ മരിച്ചവരോടോ അവരുടെ രൂപങ്ങളോടോ പ്രാർത്ഥിക്കുന്നത് ബൈബിൾ വിരുദ്ധമാണെന്ന് ഇവർ പറയുന്നു. ഇനി ഇതിലെ ചരിത്രപരമായ പശ്ചാത്തലം മനസ്സിലാക്കാം. ആദ്യകാല നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യാനികൾ ഗുഹകളിലും മറ്റും ക്രിസ്തുവിൻ്റെയും നല്ല ഇടയൻ്റെയും ചിത്രങ്ങൾ വരച്ചിരുന്നു. 8-ാം നൂറ്റാണ്ടിൽ ഐക്കണോക്ലാസം എന്നൊരു വലിയ തർക്കം സഭയിലുണ്ടായി. അന്ന് ചിത്രങ്ങളും രൂപങ്ങളും നശിപ്പിക്കണമെന്നും പാടില്ലെന്നും 2 വിഭാഗങ്ങൾ വാദിച്ചു. ഒടുവിൽ 7-ാം എക്യുമെനിക്കൽ കൗൺസിൽ AD 787 ചിത്രങ്ങളെ വണങ്ങുന്നത് വിഗ്രഹാരാധന അല്ലെന്നും അത് ആ വ്യക്തിയോടുള്ള ആദരവാണെന്നും പ്രഖ്യാപിച്ചു. എന്നാൽ 16-ാം നൂറ്റാണ്ടിലെ നവീകരണ കാലത്ത് മാർട്ടിൻ ലൂതറും ജോൺ കാൽവിനും ഇതിനെ വീണ്ടും ചോദ്യം ചെയ്തതോടെയാണ് ഇന്നത്തെ രീതിയിലുള്ള വിഭജനം ശക്തമായത്. ചുരുക്കത്തിൽ രൂപം ദൈവത്തിലേക്കുള്ള ഒരു വഴിയാണെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുമ്പോൾ അത് ദൈവത്തെ മറയ്ക്കാനുള്ള തടസ്സമാണെന്ന് മറുവിഭാഗം വിശ്വസിക്കുന്നു. ഇന്ന് പൗരസ്ത്യ സഭകൾ, അതായത് ഓർത്തഡോക്സ് സഭ പ്രധാനമായും ചിത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ കത്തോലിക്ക സഭ പ്രതിമകളും ചിത്രങ്ങളും ഉപയോഗിക്കുന്നു. എന്നാൽ മിക്കവാറും എല്ലാ പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്ത് വിഭാഗങ്ങളും കുരിശ് ഒഴികെയുള്ള മറ്റു രൂപങ്ങളെ മാറ്റി നിർത്തുന്നു. വിഗ്രഹത്തെ എതിർക്കുന്നവരുടെ വാദങ്ങളറിയാം. സീനായ് മലമുകളിൽ ദൈവം സംസാരിച്ചപ്പോൾ ജനങ്ങൾ ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ, രൂപമൊന്നും കണ്ടിട്ടില്ല. അതിനാൽ ദൈവത്തെ ഒരു രൂപത്തിലും ചിത്രീകരിക്കരുത് എന്നിവർ വാദിക്കുന്നു. ഹോരബിൽ വെച്ച് കർത്താവ് അഗ്നിമധ്യേ നിന്ന് നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങളൊരു രൂപവും കണ്ടില്ല. അതിനാൽ നിങ്ങൾ സൂക്ഷിക്കണം എന്ന നിയമാവർത്തനം 4-ാം അധ്യായം 15-ാം തിരുവാക്യം ഇവർ ഉയർത്തിക്കാട്ടുന്നു. പ്രവാചകനായ യേശയ്യ വിഗ്രഹനിർമ്മാണത്തെ പരിഹസിക്കുന്നുണ്ട്. ഒരു മരത്തിന്റെ പകുതി കൊണ്ട് തീ കത്തിക്കുകയും ബാക്കി പകുതി കൊണ്ട് വിഗ്രഹമുണ്ടാക്കി അതിനെ വണങ്ങുകയും ചെയ്യുന്നത് വിഡ്ഢിത്തമാണെന്ന് അദ്ദേഹം പറയുന്നു. യേശയ്യ 44-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവാക്യം വായിക്കാവുന്നതാണ്. എന്നാൽ രൂപങ്ങളെ അനുകൂലിക്കുന്ന കത്തോലിക്ക, ഓർത്തഡോക്സ് സഭകൾ തങ്ങൾ ചെയ്യുന്നത് വിഗ്രഹാരാധനയല്ലെന്ന് ബൈബിൾ അടിസ്ഥാനത്തിൽ തന്നെ പറയുന്നു. പഴയ നിയമത്തിൽ ദൈവം അദൃശ്യനായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ദൈവം മനുഷ്യരൂപം സ്വീകരിച്ചു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപമാണ്. കൊളോസോസ് 1-ാം അധ്യായം 15-ാം തിരുവാക്യം. ദൈവം തന്നെ ഒരു മനുഷ്യരൂപത്തിൽ വെളിപ്പെട്ടതുകൊണ്ട് ക്രിസ്തുവിന്റെ രൂപം ചിത്രീകരിക്കുന്നതിൽ തെറ്റില്ലെന്ന് ഇവർ വിശ്വസിക്കുന്നു. 10 കൽപ്പനകളിൽ രൂപങ്ങൾ നിർമ്മിക്കരുതെന്ന് പറഞ്ഞ അതേ ദൈവം തന്നെയാണ് ഉടമ്പടി പേടകത്തിന് മുകളിൽ 2 സ്വർണമാലാകമാരുടെ രൂപമുണ്ടാക്കാൻ കൽപ്പിച്ചത്. പുറപ്പാട് 25-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഇത് കാണാം. ഇത് സൂചിപ്പിക്കുന്നത് എല്ലാ രൂപങ്ങളും തെറ്റല്ല, മറിച്ച് ദൈവത്തെ ആരാധിക്കാൻ സഹായിക്കുന്ന രൂപങ്ങൾ അനുവദനീയമാണ് എന്നതാണ്. തർക്കത്തിന്റെ കാതൽ വണക്കമെന്ന പ്രവൃത്തിയിലാണ്. വിഗ്രഹത്തിന് മുന്നിൽ മുട്ടുകുത്തുന്നത് തെറ്റാണെന്ന് എതിർക്കുന്നവർ പറയുമ്പോൾ പഴയ നിയമത്തിൽ ജോഷുവ ഉടമ്പടി പേടകത്തിനു മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചത് ജോഷുവ 7-ാം അധ്യായം 6-ാം തിരുവാക്യത്തിൽ വായിക്കാവുന്നതാണ്. ഇത് ആരാധനയായിരുന്നില്ല, മറിച്ച് ദൈവ സാന്നിധ്യത്തോടുള്ള ആദരവായിരുന്നു എന്ന് അനുകൂലിക്കുന്നവർ മറുപടി നൽകുന്നു. അതുപോലെ തന്നെ വിശുദ്ധരുടെ രൂപങ്ങൾ വയ്ക്കുന്നത് അവരെ ആരാധിക്കാനല്ല, മറിച്ച് അവരുടെ മാതൃക പിന്തുടരാനാണ്. നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുവിൻ, അവരുടെ വിശ്വാസത്തെ അനുകരിക്കുവിൻ. ഹെബ്രായർ 13-ാം അധ്യായം 7-ാം തിരുവാക്യത്തിൽ വായിക്കാവുന്നതാണ്. ഈ വചനം ഇതിനായി ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ചുരുക്കത്തിൽ ദൈവത്തിന് പകരം മറ്റൊന്നിനെ ആരാധിക്കരുത് എന്ന കാര്യത്തിൽ എല്ലാ ക്രൈസ്തവർക്കും ഒരേ അഭിപ്രായമാണ്. തർക്കങ്ങൾ എന്തു തന്നെയായാലും എല്ലാ ക്രൈസ്തവ വിശ്വാസികളുടെയും ആത്യന്തിക ലക്ഷ്യം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്നതാണ്. ഇതിൽ ഏതു പാതയാണ് ശരിയെന്നത് ഓരോരുത്തരുടെയും വിശ്വാസബോധ്യങ്ങൾക്കും സഭയുടെ പഠിപ്പിക്കലുകൾക്കും വിട്ടു നൽകുന്നു. രൂപങ്ങളെക്കാളും ആചാരങ്ങളെക്കാളും ഉപരിയായി ദൈവവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം.
രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരും ഒരുപോലെ ലക്ഷ്യമിടുന്നത് ആ വലിയ സ്നേഹത്തിലേക്കാണ്. ദൈവം മനുഷ്യന്റെ ഹൃദയത്തെയാണ് നോക്കുന്നത്. ഒരു രൂപത്തെ ദൈവമായി കണ്ട് ആരാധിക്കുന്നത് ബൈബിൾ വിലക്കുന്നുണ്ടെങ്കിലും ആത്മീയമായ ചിന്തകൾക്ക് ഒരു രൂപം സഹായിക്കുമോ അതോ തടസ്സമാകുമോ എന്നത് ഓരോ വിശ്വാസികളുടെയും കാഴ്ചപ്പാടനുസരിച്ചായിരിക്കും. ഈ വാദങ്ങൾ രണ്ടു ഭാഗത്തും ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു അവസാനമില്ലാത്ത തർക്കമായി ഇന്നും തുടരുന്നു. വിഗ്രഹങ്ങളെ വണങ്ങുന്നത് ശരിയോ തെറ്റോ എന്നതിലുപരി നമ്മുടെ ഉള്ളിലെ വിദ്വേഷവും പകയും പോലുള്ള യഥാർത്ഥ വിഗ്രഹങ്ങളെ മാറ്റാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് പ്രധാനം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ സഭയിൽ ഈ വിഷയത്തെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നുകൂടെ കമന്റ് ചെയ്യുക.